കേരളത്തിന് എത്രത്തോളം അവഗണനയാണ് കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടെ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മുന്നിലുള്ള ഒരു വസ്തുതയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ തവണയും ബജറ്റ് പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നോക്കുന്നത് ഈ എയിംസ് ഉണ്ടോ എന്നൊക്കെയാണ്. പക്ഷെ അത് ഇത്രയും കാലമായി 2026 എത്തിയിട്ടും എയിംസ് ഒന്നും നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്ന വസ്തുത അവിടെ നിൽക്കെ എന്തുകൊണ്ടാണ് വികസനത്തെ പറ്റി പ്രധാനമന്ത്രി ഇവിടെ വന്ന് സംസാരിക്കുന്നത്? അതിലെന്ത് ധാർമ്മികതയാണെന്ന ചോദ്യം കൂടി പാലക്കാട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ലേ? തീർച്ചയായും കഴിഞ്ഞ ബജറ്റിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിന് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എയിംസ് ആയിരുന്നു. കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രി സുരേഷ് ഗോപി എയിംസ് ആലപ്പുഴ വേണോ, തൃശ്ശൂർ വേണോ, തിരുവനന്തപുരം വേണോ തുടങ്ങിയ ചർച്ചകൾ അതിനു മുൻപ് സജീവമാക്കി നിലനിർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ എയിംസ് പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രമല്ല, ഈ കാര്യമായ മറ്റ് ഒരു വികസന പദ്ധതികളെ കുറിച്ചും ഒരു പരാമർശവും ഉണ്ടായില്ല. ആമ ഗവേഷണ കേന്ദ്രത്തിന് ഈ ഫണ്ട് മാറ്റിവെക്കുക മാത്രമാണ് ചെയ്തത്. അത് വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് കൊച്ചിയിൽ അദ്ദേഹം ഔദ്യോഗിക പരിപാടികൾക്ക്, സർക്കാരിന്റെ പരിപാടികൾക്കും അതോടൊപ്പം തന്നെ ഈ പാർട്ടി പരിപാടികൾക്കുമായി നരേന്ദ്രമോദി എത്തിയിരുന്നു. അന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപ് പ്രധാനമന്ത്രി വരുമ്പോൾ എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ അതിലും യാതൊരുവിധ പ്രഖ്യാപനവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് അദ്ദേഹം വലിയ കാര്യങ്ങൾ കേരളത്തിനായി നൽകി. അതൊന്നും തന്നെ ഈ സംസ്ഥാന സർക്കാർ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല. അത് അവരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത് എന്നും അതോടൊപ്പം തന്നെ അങ്ങനെ അഴിമതി നടത്തിയ ആളുകളെ NDA സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ അത് പിടിച്ചു വാങ്ങും തുടങ്ങിയ വാഗ്ദാനങ്ങളാണ്. അതായത് BJP NDA പ്രവർത്തകരുടെ കയ്യടി വാങ്ങുക എന്നൊരു പ്രസംഗത്തിനപ്പുറം കാര്യമായ ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞില്ല, വികസന കാര്യങ്ങളിൽ പറഞ്ഞില്ല എന്ന് വേണം നമുക്ക് പറയാൻ. അങ്ങനെയാണ്. ഏതായാലും മാറി വന്ന സർക്കാരുകളെ വിമർശിച്ചുകൊണ്ട് വീണ്ടും വികസന പ്രഖ്യാപനങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ളത്. പാലക്കാട് വന്നിട്ട്